സാർ നമ്മളിത് എയർവേയുടെ കാര്യം മിക്കവാറും മേക്കുന്ന സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. സോ എയർവേ നമ്മൾ മെയിനായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ബേസിക് എയർവേ മാനേജ്മെന്റും, രണ്ട് അഡ്വാൻസ്ഡ് എയർവേ മാനേജ്മെന്റും. ഓക്കെ. ബേസിക് എയർവേ മാനേജ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ഡിവൈസസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വരുന്നത് ഒന്ന് നേസൽ പ്രോങ്. അപ്പം ഇതാണ് നേസൽ പ്രോങ്. അപ്പം രണ്ട് പ്രോങ്സ് ഉണ്ട്. അപ്പം നമ്മളിത് മൂക്കിലേക്ക് എനിക്കിത് കോമൺ ആയിട്ട് കാണുന്ന കോമൺ ആയിട്ട്. അപ്പം നമുക്ക് സാധാരണ ഒരു ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ചെറിയ പ്രോബ്ലം ഒക്കെ ഉള്ളത്, അതുപോലെ ഹെവി ആയിട്ടല്ല, ചെറിയ സാച്ചുറേഷൻ ഡ്രോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അസസ് ദ കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഓക്സിജനെ കണക്ട് ചെയ്യുന്നു, പോട്ടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ സിലിണ്ടർ നമ്മൾ അപ്പുറത്ത് റൂമിലാണ് വെച്ചിരിക്കുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നു, റെഗുലേറ്റർ എടുക്കുന്നു. ബട്ട് ഈ നേസൽ പ്രോങ്സിന്റെ ഒരു ഇഷ്യൂ എന്താണ്, ഇഷ്യൂ അല്ല, നേസൽ പ്രോങ് മാക്സിമം ഒരു 2 to 4 ലിറ്റർ വരെ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പം നമുക്കറിയാം ഒരു അറ്റ്മോസ്ഫിയർക്ക്. അപ്പം ഇത് നമ്മളിങ്ങനെ മൂക്കിൽ വെക്കുമ്പം ആ പോകുമ്പോൾ ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഒപ്പം തന്നെ ഇത് അറ്റ്മോസ്ഫിയർ എയറിനെ ഇതിന്റെ ഒപ്പം പുള്ള് ചെയ്യും, ആ ഫ്ലോയുടെ ഒപ്പം. അപ്പൊ ആക്ച്വലി ഒരു ഓക്സിജൻ നമ്മൾ കൊടുക്കുന്ന ഓക്സിജനും അത് 100% ആണ്. അറ്റ്മോസ്ഫിയർ എയറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പേഷ്യന്റിന് പോകുന്നത്. അപ്പൊ മാക്സിമം നമുക്കൊരു 24 to 36 അല്ല 24 to 40% ഓഫ് ഓക്സിജൻ പേഷ്യന്റ് കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എയറുമായിട്ട് മിക്സ് ആകുന്നതുകൊണ്ട്. അപ്പം സാധാരണ പറയുന്ന 1 to 4 ലിറ്റർ ആണ് നമ്മളൊരു നേസൽ പ്രോമിന് പറയുന്നത്. ഈച്ച് ടൈം വെൻ വി ഇൻക്രീസ് 1 ലിറ്റർ. ഇപ്പൊ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഒരു 24% ഓക്സിജൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ 2 ലിറ്റർ ആക്കി കഴിഞ്ഞാൽ ഒരു 4 ലിറ്റർ കൂടെ 4% കൂടെ കൂടി 28 ആയി. അടുത്ത 1 ലിറ്റർ കൂടെ 3 ആക്കി കഴിഞ്ഞാൽ ഒരു 32, 36. ബട്ട് അതിൽ ചില വേരിയേഷൻസ് പറയാറുണ്ട്. മാക്സിമം ചില പറയും 36 വരെ കിട്ടത്തുള്ളൂ, ചില ബുക്സ് പറയുന്നത് 40 വരെ കിട്ടും. സോ ആവറേജ് വി ക്യാൻ സേ ദാറ്റ് 36 to 40% of oxygen the patient will receive while nasal prong. ഇപ്പൊ നേസൽ പ്രോങ്ങിൽ കൂടെ നമുക്ക് അതൊരു മാക്സിമം 4 ലിറ്റർ വരെ ഉള്ളൂ. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ സിംപിളി പറയുന്നതാണ് സിമ്പിൾ ഫേസ് മാസ്ക്, അല്ലെങ്കിൽ ഒറിജിനൽ പേര് ഹഡ്സൺ മാസ്ക് എന്നാണ്. അപ്പം കോമൺലി ആരും ഉപയോഗിക്കാറില്ല, എല്ലാവരും സിമ്പിൾ ഫേസ് മാസ്ക് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പോർട്ടിൽ നമ്മൾ ഓക്സിജൻ കണക്ട് ചെയ്യും, ട്യൂബ് കണക്ട് ചെയ്യുന്നു, മറ്റേ പോർട്ട് നമ്മൾ ഓക്സിജൻ ഡെലിവറി ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാനിപ്പം മാറ്റി വെക്കുവാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 വെന്റ് ഉണ്ട്. അപ്പൊ ഇതിലെയാണ് പേഷ്യന്റ് എക്സേൽ ചെയ്യുമ്പോഴത്തേനും ഈ എയർ ഇതിലേക്കൂടെ പോകുന്നു. അപ്പം നമ്മൾ പേഷ്യന്റിന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിലേക്കൂടെ എയർ പോകുന്നുണ്ട്. നമ്മൾ ക്ലോസ്ലി നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പം ഈ എയർ ഫോഴ്സ്ഫുള്ളി പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ എയറോടെ മിക്സ് ആയിട്ടാണ് പോകുന്നത്. ബട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അത്രയുള്ളൊരു മിക്സിങ് സംഭവിക്കുന്നില്ല. അപ്പൊ ഏകദേശം ഇതിന് ഒരു 40 to 60% വരെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂടിയ ഓക്സിജൻ കിട്ടും. പക്ഷെ ഒരു 60% വരെ കിട്ടും. അപ്പം ചില സമയത്ത് ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത ഡിവൈസിലേക്ക് പോകുന്നു. ഇതാണ് നോൺ റീബ്രീത്തർ മാസ്ക് എന്ന് പറയുന്നത്. നോൺ റീബ്രീത്തർ മാസ്ക്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ അതിനെ ഓക്സിജന്റെ പോർട്ട് ഇതിലോട്ട് കണക്ട് ചെയ്തു. ഓക്സിജൻ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഇത് ഒരു റിസർവർ ബാഗാണ്, ഇതിനകത്താണ് ഓക്സിജൻ പോയി ഫില്ല് ആകുന്നത്. നമ്മളിത് വൺസ് പേഷ്യന്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റിനും ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്, ചെറുതായിട്ട് ബ്രീത്ത് ചെയ്യും. വെൻ പേഷ്യന്റ് മേക്ക് എ റെസ്പിറേറ്ററി എഫോർട്ട് ബ്രീത്ത് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഈ ബാഗിലുള്ള ഓക്സിജനാണ് പേഷ്യന്റ് തിരിച്ചു വരുന്നത്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 90% or 100%, 90 to 100% അത്രയും പെർസെന്റേജ് ഓഫ് ഓക്സിജൻ പേഷ്യന്റിന് കിട്ടും. പിന്നെ പേഷ്യന്റ് എക്സേൽ ചെയ്യുമ്പോൾ ശ്വാസം വിടുമ്പോഴത്തേനും ഈ സൈഡിൽ 2 പോർട്ട് ഉണ്ട്, അതിൻ്റെ അകത്തൂടെ എയർ പുറത്തോട്ട് പോകും. ബട്ട് ഇവിടെ മിക്സിങ് ഓഫ് അറ്റ്മോസ്ഫിയർ എയർ വളരെ കുറവാണ്. ഹൈ ഡെലിവറി ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന കോൺസെൻട്രേറ്റഡ് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതിൽ നമ്മൾ ഒരു മിനിമം 10 to 15 ലിറ്റർ വരെ വെക്കാം. ബട്ട് നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ അകത്ത് ഒരു 4 to 10 ലിറ്റർ വരെയാണ് ഇതിൽ മാക്സിമം നമ്മൾ കൊടുക്കുന്നത്. ബട്ട് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കൊടുക്കുമ്പോഴും നമ്മൾ അടുത്ത അഡ്വാൻസ് ഡിവൈസിലേക്ക് പോകുന്നു. ഇത് പാർഷ്യൽ റീബ്രീത്തർ മാസ്ക് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് അല്ലേ? അതാണ് അത് ഒരു അല്ലേ? പാർഷ്യൽ റീബ്രീത്തർ മാസ്ക് ആണോ അല്ലെങ്കിൽ നോൺ റീബ്രീത്തർ മാസ്ക്? പാർഷ്യൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ അത് ഇച്ചിരി മെഡിക്കൽ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതായത് നമ്മൾ പറയുമ്പോഴത്തേനും ഇപ്പം ഈ പേഷ്യന്റ് എക്സേൽ ചെയ്യുമല്ലോ ഓക്സിജൻ, നമ്മൾ എക്സ്പയർഡ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന നമ്മളൊരു ശ്വാസം വിടുമ്പം നമ്മുടെ ആദ്യം പോകുന്നത് നമ്മുടെ മൂക്കിലും വായിലും ഈ ഒരു ഏരിയയിലുള്ള ഒരു എയർ ആണ് ആദ്യം പോകുന്നത്. അത് പക്ഷെ നമ്മൾ കൊടുത്ത ഓക്സിജൻ തന്നെയാണ്. അത് ശരിക്കും ഗ്യാസ് എക്സ്ചേഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ലങ്സിലുള്ള എയർ ആ ഓക്സിജൻ മാത്രമേ ഗ്യാസ് എക്സ്ചേഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, ആൽവിയോളേക്കകത്ത് എത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആദ്യമേ അല്ല പോകുന്നത്, രണ്ടാമതാണ് പോകുന്നത്. അപ്പൊ ആദ്യം പോകുന്നത് ഓൾറെഡി കോൺസെൻട്രേറ്റ് ആണ്. അപ്പൊ ഈ പാർഷ്യന്റെ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആ പോകുന്നത് ഈ മാസ്കിൽ ഈ ചെറുതായിട്ട് ഈ റിസർവ് ബാഗിലോട്ടൊക്കെ പോകും. അപ്പം അടുത്ത എഫോർട്ട് എടുക്കുമ്പോഴും അത് തന്നെയാണ് പേഷ്യന്റിന് കിട്ടുന്നത്, ബാക്കിയുള്ളത് പുറത്തോട്ട് പോയി. രണ്ടാമത് ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളത്.
അപ്പൊ ആ രണ്ടൊരു വ്യത്യാസമുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി രണ്ടിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് 90-100% ഓക്സിജൻ പേഷ്യന്റ് കിട്ടിയില്ല. ഹൈ ഡെലിവറി ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. എനിക്ക് പലപ്പോഴും എനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് MCQ ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇപ്പൊ പുതിയ അതിനകത്ത് വൺ ഓഫ് ദ ഒരു ഇതാണ് അല്ലെ, ഹൈ ഡെലിവറി ഓഫ് ഓക്സിജൻ ക്യാൻ ബി ഡൺ, കോൺസെൻട്രേറ്റഡ് ഓക്സിജൻ ക്യാൻ ബി ഡൺ ത്രൂ. ഇപ്പൊ അതിനകത്ത് ഇൻഫന്റിലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലോ നേസൽ ക്യാനിലുണ്ട്, അതുകൊണ്ട് 10,000 രൂപ വരെ വരുന്നതാണ് അത്. അത് നല്ല ഡിവൈസ് ആണ്. അതായത് സെയിം ഇവിടെ, പക്ഷെ അത് മേടിച്ചിട്ടില്ല, 7,000 രൂപയാണ്. ബട്ട് നിങ്ങൾ മേടിച്ചിരിക്കും, അത് ഉറപ്പായിട്ടും മേടിച്ചിരിക്കും. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മിക്കപ്പോഴും ഉറപ്പായിട്ട് ആക്ച്വലി ഞങ്ങൾ ഈ പ്രാവശ്യം മേടിക്കാൻ പോയതാ. ബട്ട് അത് ഈ വെണ്ടർ പറഞ്ഞത് ഞങ്ങൾ പോലും എടുത്ത് വെക്കാറുള്ളത്, നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഈ സർപ്രൈസ്, നിങ്ങൾ പഠിപ്പിക്കാൻ ഇതൊക്കെ കൊണ്ടാകാറുണ്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞു. യെസ്, ഞങ്ങളുടെ പിള്ളേർക്ക് അത് കാണണം. ഞാൻ പോയതാണ്, പക്ഷെ നമ്മുടെ ഇല്ല, ഓർഡർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓക്കെ, ഇപ്പം ഇത്രേ നമ്മൾ ഇതിനെ ഒരു ബേസിക് എയർവേ ഡിവൈസസ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ മാറ്റി വെച്ചേക്കാം, അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതാക്കാനായിട്ട്. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ അഡ്വാൻസ്ഡ് ആണ് പോകുന്നത്. പക്ഷെ അഡ്വാൻസ്ഡിൽ ചില ഏരിയയിൽ ഈ പറയാൻ പോകുന്ന രണ്ടെണ്ണം അവർ ബേസിക് എയർവേയിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ചിലർ അവർ അഡ്വാൻസ് ആയിട്ട് പറയാറുണ്ട്. ഒന്ന് ഓറോഫാരിഞ്ചൽ എയർവേയും മറ്റേത് നേസോഫാരിഞ്ചൽ എയർവേ ആണ്. ഓക്കെ, ഇതാണ് ഓറോഫാരിഞ്ചൽ എയർവേ. അപ്പൊ നമ്മൾ ഓറോഫാരിഞ്ചൽ എയർവേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് സൈസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സൈസ് മെഷർ ചെയ്യേണ്ടത്? നമ്മളൊരു എയർവേ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ചുമ്മാ വെറുതെ ഒരെണ്ണെടുത്തു. അപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്ന എപ്പോഴും ഈ കോർണർ ഓഫ് ദ മൗത്ത് ടു ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ ആണ് നമ്മൾ നോക്കുന്നത്. ബട്ട് ചില ടെക്സ്റ്റ് ബുക്ക് അത് പറയുന്നത് കോർണർ ഓഫ് ദ മൗത്ത് അല്ല, സെന്റർ ഓഫ് ദ മൗത്ത് ടു ദ ആംഗിൾ ഓഫ് ദ മൗത്ത് പറയുന്ന ടെക്സ്റ്റ് ബുക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരുടെ രണ്ടും പറയും. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏത് റൂളാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ ഫോളോ ചെയ്യുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എപ്പോഴും പറയുന്നത് കോർണർ ഓഫ് ദ മൗത്ത് ആണ്. ബട്ട് ഇവിടെ ഞങ്ങൾ വേറൊരു ഇത് പഠിപ്പിക്കുന്നുണ്ട്. രാജീവ് യൂണിവേഴ്സിറ്റി സ്കിൽ സെന്ററിന്റെ ഒരു റീജിയണൽ ട്രെയിനിങ് സെന്റർ കൂടെയാണ്. അപ്പം അവര് പറയുന്നത് സെന്റർ ഓഫ് ദ മൗത്ത് ആണ്. അപ്പൊ നമ്മൾ പിള്ളേർ നമ്മൾ ഏതാണ് പഠിപ്പിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഇതെന്തൊക്കെയാലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ എത്തുന്നില്ല എവിടെയൊക്കെ വെച്ചെന്നാലും. അപ്പം ഇതൊരു പീഡിയാട്രിക് സൈസ് തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് എടുത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഇച്ചിരിയുടെ വലുത് പോകുന്നു. അപ്പം ഞാൻ കോർണർ ഓഫ് ദ മൗത്ത് നോക്കുകയാണെങ്കിൽ കൃത്യം മാൻഡിബിൾ വരെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ അപ്രോപ്രിയേറ്റ് സൈസ്. ഓക്കെ, പക്ഷേ സെന്റർ ഓഫ് ദ ഇൻസൈസർ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് അപ്രോപ്രിയേറ്റ് നമ്മൾ അടുത്ത സൈസ് എടുക്കേണ്ടി വരും. എനിവേ, സോ നമ്മൾ ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും പേഷ്യന്റ് വായിൽ കിടക്കുന്നത്. പക്ഷെ ഇടുമ്പം നമ്മൾ ഇത് റിവേഴ്സ് വേയിൽ പിടിച്ചിട്ടാണ് ഇടുന്നത്. ഈ ഷേപ്പും ടുവേഴ്സ് മീ ആണ്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ഒരു കാര്യം ഉണ്ട്, ഇത് ബോധമില്ലാത്ത പേഷ്യന്റ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അൺകോൺഷ്യസ് ആയിട്ടുള്ള ബോധമാണ് ഇത് ഇട്ടാൽ നേരം എടുത്ത് കളയും. സോ ഞാനിത് ഇപ്പം പതുക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ടിപ്പ് നമ്മുടെ അപ്പർ പാലറ്റിൽ അണ്ണാക്കിൽ പോയി മുട്ടുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും മുട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. ആ ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെ ഒരു ടെസ്റ്റ് ചെയ്തു, ഒരു 180 ഡിഗ്രി ടെസ്റ്റ് ചെയ്ത് താഴോട്ട് ഇറക്കുവാണ്. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ എയർവേ പേഷ്യന്റ് മെയിൻറ്റെയിൻ ആയി. അപ്പൊ ഇതാണ് ഓറോഫാരിഞ്ചൽ എയർവേ. അത് ഒറ്റ കോൺട്രാ ഇൻഡിക്കേഷനേ ഉള്ളൂ, കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇട്ടാൽ തന്നെ അവൻ തന്നെ അത് വലിച്ചൂരി കളയും. പറ്റത്തില്ല. ടങ് നമ്മൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുമോ? ഇല്ല, ഈസി ആയിട്ട് തന്നെ പൊക്കോളും. ബട്ട് ഊരാനായിട്ട് ഞാൻ തിരിക്കണ്ട. ഞാൻ ഇടാനായിട്ടാണ് 180 തിരിച്ചിട്ടത്. ബട്ട് ഊരാൻ ജസ്റ്റ് സിമ്പിൾ റിമൂവൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഓറോഫാരിഞ്ചൽ എയർവേ ഓർ OPA. നെക്സ്റ്റ് NBA ആണ്, നേസോഫാരിഞ്ചൽ എയർവേ. അപ്പം ചിലപ്പോൾ നമുക്കിപ്പം കോൺഷ്യസ് പേഷ്യന്റിനും അൺകോൺഷ്യസ് പേഷ്യന്റിനും നമുക്ക് എയർവേ ഓപ്പൺ ആയിട്ട് വെക്കണം. ചിലപ്പോൾ ഇത് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എയർവേ ഓപ്പൺ അല്ല, അത് അടഞ്ഞു പോകണം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അഗെയിൻ ഫസ്റ്റ് സൈസ് മെഷർമെന്റ് ആണ്. ടിപ്പ് ഓഫ് ദ നോസ് ടു ട്രാഗസ് ഓഫ് ദ ഇയർ ആണ്. ഇത് എക്സാക്ട്ലി അവിടെ തന്നെ വരുന്നുണ്ട്. ബട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവിടെ വരെ കണ്ടല്ലോ, ഇത് ലെന്ത് അഡിക്കേറ്റ് ഇല്ല. അഡിക്കേറ്റ് ലെന്ത് ഉപയോഗിച്ചില്ലെങ്കിലും അത് ഫെയിലിയർ ആണ്. അപ്പൊ ഇതിപ്പോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യണം. അപ്പൊ ലൂബ്രിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്തായാലും പോകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ വിൽ ജസ്റ്റ് ട്രൈ. അപ്പം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെ, ഈ ഒരു കർവേച്ചറിൽ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട. തൊട്ട കാര്യം നോക്കണം, പേഷ്യൻസിന് എന്തെങ്കിലും ഫ്രാക്ചർ നോസിലുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നടക്കില്ല. പിന്നെ ഇഫ് യു സസ്പെക്ട് ബേസൽ സ്കൾ ഫ്രാക്ചർ, ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ അകത്തോട്ടായിരിക്കും സാധനം കയറി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് പോകാത്ത. സോ ഞാൻ ഇത്രയും റെസിസ്റ്റൻസ് ഉപയോഗിക്കേണ്ട ലൂബ്രിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ. ബട്ട് ഇത്ര റെസിസ്റ്റൻസ് ഞാൻ പേഷ്യന്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൂക്കൊക്കെ മുറിഞ്ഞു പോകും. സോ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സാധാരണ നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പം അന്നേരം ഇത് ഈസി ആയിട്ട് ഇത് പൊക്കോളും. ഓക്കെ, സോ നൗ ഐ ഹാവ് ടു യൂസ് ലിറ്റിൽ മോർ ഫോഴ്സ്. അല്ല, പോകുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് വിൽ ഗോ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരെ പോകും. ഇറ്റ് വിൽ ബി സെക്യൂർഡ്. നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേ കണക്ഷൻ ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ കൊടുത്തു വെച്ചാൽ മതി. അത് നമ്മൾ നോക്കണം. ഇപ്പൊ അൺകോൺഷ്യസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു സാച്ചുറേഷൻ നോക്കി മെയിൻറ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ദ സെയിം, അല്ലെങ്കിൽ വി ഹാവ് ടു ഇൻക്യുബേറ്റ് ദ പേഷ്യന്റ്.
ഓക്കെ. ഇൻറ്റുബേഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ET ട്യൂബ് ഉണ്ട്, അല്ല LMA ഉണ്ട്. ഇതാണ് ലാരജൽ മാസ്ക് എയർവേ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ബ്ലൈൻഡ് ഇൻറ്റുബേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ലാരഞ്ചോസ്കോപ്പിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നുമില്ല. ആകെപ്പാടെയുള്ളത് ഈ കഫ് വർക്കിംഗ് ആണോ പാറ്റേൺ ആണോ നോക്കണം. നമ്മൾ കഫ് പാറ്റേൺ ആണോ നോക്കാൻ നമ്മളൊരു സിറിഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എയർ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരിക്കലും ഇങ്ങനൊരു ടേബിളെ വെക്കത്തില്ല, നമ്മളിതൊരു സ്റ്റെറൈലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ജസ്റ്റ് കാണിക്കാനായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എയർ ഇതിനകത്ത് വന്നിട്ടത് ആൻഡ് ജസ്റ്റ് ചെക്കിങ് വെദർ എനി സ്ലീപ്പ്. ഞാൻ ക്ലൗഡ് ഹാൻഡിലായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത്, ബിക്കോസ് പേഷ്യൻ്റ് വായിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഡസ്റ്റ്ബിൻ തുറക്കുക, ഇട്ടേക്ക് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പിള്ളേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ റിയൽ പേഷ്യന് പറ്റത്തില്ല. ഐ ആം റിമൂവിങ് ദ എയർ. ഓക്കെ, സോ എയർ റിമൂവ് ചെയ്തപ്പോൾ ഇത് ഓൾമോസ്റ്റ് കൊളാപ്സ് ആയി. പിന്നെ ഞാനിത് നട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യണം. ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലൗഡ് ഹാൻഡ് ആയിരിക്കണം. ജസ്റ്റ് ഓപ്പൺ ദ മൗത്ത്. ഓക്കെ, എന്നിട്ട് ഇത് ഈസി ആയിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ തന്നെയായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. ഇപ്പം കംപ്ലീറ്റ്ലി അകത്തോട്ട് പോകുന്നില്ല, ബട്ട് ഇറ്റ് ഹാസ് ടു ഗോ ടിൽ ഹിയർ. ഇത് മാർക്കിംഗ് ഉണ്ട്, അവിടെ വരെ പോവുക. പിന്നെ ഇത് ഇൻഫ്ലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വെന്റിലേറ്റ് ചെയ്താൽ മതി. ആമ്പ് ഉപയോഗിച്ച് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്തോണ്ട് അങ്ങ് തെന്നി ഇറങ്ങി പോകട്ടെ. ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നേരെ പോയിട്ട് അവിടെ വന്ന് കംപ്ലീറ്റ്ലി അങ്ങ് കവർ ചെയ്തോളും. എന്നിട്ട് നമ്മൾ എയർ കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും അവിടെ പോയിരിക്കുന്നത്. അപ്പം ഇത് ഈസോബാക്സിലേക്ക് പോകത്തില്ല, ലങ്സ്. പേഷ്യൻ്റ് നന്നായിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസിയാണ്, ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മിനിമം സ്കില്ല് മതി. നഴ്സസിനൊക്കെ ചെയ്യാം. മിക്ക ഹോസ്പിറ്റലും സർട്ടൻ ടൈംസ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അവർ പ്രിവിലേജ് ആണ്. എസ്പെഷ്യലി ആംബുലൻസിലൊക്കെ ഉള്ളവർ ഇതൊക്കെ റിലീസ് സ്കില്ലാണ്. ആംബുലൻസ് നഴ്സസും എമർജൻസി വർക്ക് ചെയ്യുന്ന നഴ്സുമാർ, തിയേറ്ററിലുള്ളവർ, ICUസിലുള്ളവർ, എമർജൻസി ഇൻറ്റുബേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ഓക്കെ, ഇതിന്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നു, ലാരഞ്ചൽ മാസ്ക് എയർ വേണം, LMA എന്ന് പറയും. വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ ഇതിനെ LMV എന്ന് പറയാറുണ്ട്, ലാരഞ്ചൽ മാസ്ക് വെന്റിലേഷൻ. എല്ലാം ഒന്ന് തന്നെ, ബട്ട് LMA ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഇതും പല സൈസ് ഉണ്ട് കേട്ടോ, പീഡിയാട്രിക്കിനുണ്ട്, അഡൽട്ടിനും ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ് ദിസ് ET ട്യൂബ് ഇൻറ്റുബേഷൻ. സോ ET ട്യൂബ് ഇൻറ്റുബേഷൻ നമ്മൾ ഒക്കെ അപ്രോപ്രിയേറ്റ് ബ്ലേഡ് സെലക്ട് ചെയ്യുക. അപ്പം ഇത് പല തരത്തിലുള്ള ബ്ലേഡ് ഉണ്ട്. ഇതിനെല്ലാം മാക്കിൻടോഷ് ബ്ലേഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് MAC എന്ന് എഴുതിയിട്ടുണ്ട്, മാക്. ഓക്കെ, ഇത് സൈസും ഉണ്ട്, 3 ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇത് 2 ആണ്, ഇത് സൈസ് 1 ആണ്, സൈസ് 4 ആണ്. അപ്പം നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒരു മൗത്തിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ബ്ലേഡ് സൈസ് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഏറ്റവും വലുത് തന്നെ എടുക്കുവാണ്. ആൻഡ് ഓൾവേസ് ലാരഞ്ചോസ്കോപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബൾബ് ചിലപ്പോൾ ലൂസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ലൂസാണ്, ടൈറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിലേക്ക് വെക്കുമ്പോഴത്തേനും ഞാൻ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പണിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് സ്റ്റില്ലറ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് എ സ്റ്റില്ലറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം ET ട്യൂബിൻ്റെ നമുക്ക് കർവേച്ചർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ യൂസ് എ സ്റ്റില്ലറ്റ്. അപ്പോൾ സ്റ്റില്ലറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച്, അപ്പോൾ സ്റ്റില്ലറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഹോളുണ്ട്, കാണാൻ തോന്നുന്നു, ഞാൻ മർഫി സൈൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറം ഒരിക്കലും സ്റ്റില്ലറ്റ് പോകല്ലോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേസ് ഞാൻ വിടുന്ന വഴിക്ക് ഇത് പോയി മ്യൂക്കസ് മെമ്പറിനെ തൊട്ട് ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ എനിക്ക് ഇച്ചിരി കർവേച്ചർ വേണം തോന്നിയുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു കർവേച്ചർ ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു മാലിയബിൾ ഇതാണ്, ഒരു സ്റ്റില്ലറ്റാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്ത ഷേപ്പിൽ തന്നെ ഇരുന്നോളും. സോ നൗ വാട്ട് ഐ എം ട്രൈയിങ് ഈസ് ഐ എം ഗോയിങ് ഫോർ ഇൻറ്റുബേഷൻ. അപ്പോൾ യൂഷ്വലി ഇൻറ്റുബേഷന് പോകുമ്പം ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ബിക്കോസ് ഒരു ഇത് ട്യൂബ് ഇവർക്ക് കൊടുക്കേണ്ടത്, ബിക്കോസ് എൻ്റെ കണ്ണ് എപ്പോഴും ഇതിനകത്തായിരിക്കും. അപ്പം ക്യാമറയിൽ എന്തര കാണുമെന്ന് അറിയത്തില്ല. ഓക്കെ, സോ എനിക്കിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം ഈ പേഷ്യൻ്റെ ലാരൻസ് വിസിബിൾ ആണ്. ഓക്കെ, സോ വാട്ട് ഐ ഡു ഈസ് ഞാൻ ഒരിക്കലും കണ്ണെടുക്കത്തില്ല. സോ ഐ തിങ്ക് ദ റിവേഴ്സ് വേ യു ഹാവ് ടു ഡു. ഓക്കെ, സോ ഓക്കെ, ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ഓണാക്കിയോ? ഓക്കെ, അപ്പം ഞാനിത് ട്യൂബ് ഇട്ട് പ്ലേസ് ആയി. അപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ഈ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ സിറിഞ്ചിൽ എയർ എടുത്ത് ഞാൻ സ്റ്റില്ലറ്റ് ഊരി മാറ്റി കഴിഞ്ഞു. ഓക്കെ, സോ അത്യാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്തു. ഞാനിനി ആംബു ബാഗ് വെച്ച് വെന്റിലേറ്റ് ചെയ്യുവാണ്. ഓക്കെ, 2 ലങ്സും എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ എം കൺഫൈനിങ് ദാറ്റ്. ഓക്കെ, 2 സ്ഥലത്ത് പ്രോപ്പറായിട്ട് പ്ലേസ്മെന്റ് ആണ്.
ഇനി നമുക്ക് ഇതിനകത്ത് വേറെ കാര്യമായിട്ട് ചെയ്യാം. ചിലപ്പോൾ സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ വരും. ഇതിപ്പോൾ ചിലപ്പോൾ ചിലവരുടെ എയർവേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ എഡിമ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇതിനെ നമ്മൾ ബൂജി എന്ന് പറയുന്നത്. ബൂജി. പിന്നെ ആ സ്റ്റില്ല ട്യൂബേഷന് വരെ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷേ പേഷ്യൻ്റ് നന്നായിട്ട് ടോളറേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഓക്കെ, എന്നാൽ റിമൂവ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. സോ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ ഇതിൻ്റെ എയർ ഡീഫ്ലേറ്റ് ചെയ്യണം, എടുത്ത് കളയണം. സോ ജസ്റ്റ് റിമൂവിങ് ദ എയർ. ഓക്കെ, കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റ് ചെയ്തു. ദെൻ ഞാൻ ചെയ്തു. സാധാരണ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സക്ഷൻ ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത്. ബിക്കോസ് എന്തെങ്കിലും സെക്രീഷൻസ് അവിടെ കൂളായിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എനിവേ, സോ റിമൂവ് ഇറ്റ്. സോ ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ നമ്മൾ ബൂജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എയർവേ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഈ ട്യൂബ് ഇത്രയും വലുത് പെട്ടെന്ന് ഇടാൻ നമുക്ക് പാടാണ്. സോ വാട്ട് ഐ ഡു ഈസ്, ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ട്രാക്ലൈറ്റ് എന്ന് പറയുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്, പല വേർഷൻസ് ഉണ്ട്. സോ വാട്ട് ഐ ഡു ഈസ്, ഇപ്പം ഞാൻ ആദ്യമേ ഇതൊരു ഗൈഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ നമ്മുടെ ലാരൻസിലേക്ക്, നമ്മുടെ ട്രക്കിയിലേക്ക് ഞാൻ ഇത് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തു. നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത്, ബട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തു. വൺസ് ഇൻസേർട്ടഡ് വാട്ട് ഐ ഡു ഈസ്, ഇത് അവിടെ ഒരു ഗൈഡ് ടൈപ്പ് ചെയ്യും. ഞാൻ ഈ ട്യൂബ് ഇതിനകത്തോട്ട് പാസ് ചെയ്തിട്ട് ഗൈഡ് വയർ ആയിട്ട് വിടുന്ന പോലെ ഇനി ഞാൻ ഇത് തള്ളി ഇതിനകത്തോട്ട് അപ്പൊ അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. ബ്ലൈൻഡ്ലി വിടേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആ ഒരു അപ്പൊ അങ്ങനെ വൺസ് ട്യൂബ് ഇൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് ഇറ്റ്. വൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ദെൻ എനിക്ക് ഇപ്പം എന്താ ഇൻഫ്ലേറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ബട്ട് ഓക്കെ, ചെയ്യാതെ തന്നെ അറിയാം രണ്ടിടത്തോട്ടും വരുന്നുണ്ട്. യു ആർ 100% ഷുവർ ദാറ്റ് യു ഇൻസെർട്ട് പ്രോപ്പർലി. നമുക്കൊരു 5-8 ഇരിപ്പുണ്ട് കേട്ടോ. പല സ്റ്റേഷനും പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഇരിപ്പുണ്ട്. ആൻഡ് സോ ഞാനിപ്പോൾ എയർ ഇൻഫ്ലേറ്റ് ചെയ്തില്ല. വി ക്യാൻ റിമൂവ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഈ ഇൻറ്റുബേഷൻ. എയർവേയുടെ മൊത്തത്തിലുള്ള എയർവേയുടെ. ഇനി വേറെന്നുള്ളത് ക്രൈക്കോത്തൈഗഡക്ടമിയാണ്. നമ്മൾ വേറെ സ്ഥലത്താണ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ ഇപ്പം ഇതൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ നേരെ ഇവിടെ തൊണ്ടയിൽ മുറിവിട്ടിട്ട് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് അത് നമ്മളൊരു പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. അപ്പം നേരെ തന്നെ ഇവിടെ തുളച്ച് ട്രക്യോസ്റ്റമി, മെർസൽ എന്നുള്ള മൂവിക്കകത്ത്. പക്ഷെ അത് വിജയിച്ച് സൂപ്പർ ആക്ടിവേറ്റ് ചെയ്ത് എന്താ പെർഫോമൻസ് ആയിട്ട് ചെയ്താണ്. ബട്ട് ആക്ച്വലി മെഡിക്കലി നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഞാനത് 1-2 പ്രാവശ്യം എൻ്റെ ലൈഫിൽ ഞാൻ ഫിറ്റ്നസ് ചെയ്തിട്ടുള്ളൂ. അതായത് എമർജൻസി അന്ന് സർജൻ ചെയ്തതായിരുന്നു. അപ്പം പേഷ്യൻ്റ് അതുപോലെ തന്നെ ഡീസാച്ചുറേറ്റിംഗ് ആയി ഓൾമോസ്റ്റ് ഡൈങ് ആണ്. പുള്ളി വന്നപ്പം പേഷ്യൻ്റ് പൊക്കോണ്ടിരിക്കുക. വെച്ചാൽ നമുക്ക് ഇൻറ്റുബേഷൻ ഡിഫിക്കൽട്ടാണ്. പുള്ളി എന്നോട് പറഞ്ഞു നൈഫ് വരാൻ പറഞ്ഞു. പുള്ളി നൈഫ് മേടിച്ച് ഒരൊറ്റ കട്ടിട്ടു. ഈ ലിറ്റിൽ ഫിംഗർ അങ്ങോട്ട് ഇറക്കി ഒരു തിരിയും തിരിച്ച് ട്യൂബ് പറഞ്ഞു അന്നേരം ഇട്ടു. പേഷ്യൻ്റ് സേവ് ആയി. ഒരു 30 സെക്കൻഡിനുള്ളിൽ മൊത്തം കഴിഞ്ഞു. സോ അതാണ് ആ പേഷ്യന്റിനെ സേവ് ചെയ്തത്. ഈറ്റിക്കാണെങ്കിൽ നമുക്ക് എനിക്ക് വളരെ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മളത് നമുക്ക് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലാൻഡ് ഇൻറ്റുബേഷൻ ഉണ്ട്, അത് നമ്മൾ റിലാക്സ്ഡ് ആണ്. എമർജൻസി ഇൻറ്റുബേഷൻ ഈസ് ബിക്കോസ് നമ്മുടെ പേഷ്യന്റ് ഡിറ്റോറിയേറ്റിംഗ് ആണ്. എല്ലാവരും പാനിക്കാണ്. എല്ലാവരും ഐ മീൻ അനസ്തേഷ്യോളജിസ്റ്റ് അല്ല ഇന്റൻസിവിസ്റ്റ് പാനിക്കായിരിക്കും, നേഴ്സുമാർ കൂടുതലുള്ളവർ പാനിക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേനും എങ്ങനെ അതിനെ എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു റിയൽ മെഡിക്കൽ പ്രൊഫഷന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആഗ്രഹം പിള്ളേരൊക്കെ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദേ ഷുഡ് ഏബിൾ ടു മാനേജ്. താങ്ക് യു സോ മച്ച് സാർ. കാരണം വെച്ചാൽ എയർവേയുടെ കാര്യം ഒത്തിരി സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. സെക്കൻഡ് ഇയറിലേക്ക് ബേസിക് മാത്രമേ കൊടുക്കാറുള്ളൂ. സെക്കൻഡ് ഇയർ വരുമ്പോഴാണ് നമ്മൾ അഡ്വാൻസ്ഡ്. അപ്പം സെക്കൻഡ് ഇയർ വരുമ്പോൾ ഒത്തിരി കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യം അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ എയർവേ മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം.